ഒരു പൂന്തോട്ടത്തിൽ മിട്ടു എന്നൊരു കൊച്ചു കിളിയും ചിന്നു എന്നൊരു കുസൃതിക്കാരൻ അണ്ണാനും താമസിച്ചിരുന്നു. മിട്ടു നല്ലൊരു പാട്ടുകാരനായിരുന്നു. എന്നാൽ ചിന്നുവിനെപ്പോഴും പുതിയ കളികൾ കണ്ടെത്താനായിരുന്നു താൽപ്പര്യം. അവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായിരുന്നു. ഒരു ദിവസം അവർ കളിച്ചോണ്ടിരിക്കുമ്പോൾ പൂന്തോട്ടത്തിന്റെ ഒരറ്റത്തുള്ള പഴയ മാവിൻ ചുവട്ടിൽ അവരൊരു വലിയ തിളക്കമുള്ള മുട്ട കണ്ടെത്തി. ആ മുട്ട ആരുടേതാണെന്ന് അവർക്ക് മനസ്സിലായില്ല. മുട്ടയിൽ നിന്ന് വലിയൊരു ശബ്ദം കേട്ട് അവർ പേടിച്ചു. മിട്ടു പാടാൻ തുടങ്ങി. അവന്റെ പാട്ട് കേട്ട് മുട്ട വിരിയാൻ തുടങ്ങി. മുട്ട വിരിഞ്ഞപ്പോൾ അതിൽ നിന്നിറങ്ങി വന്നതൊരു കുഞ്ഞു ഡ്രാഗണായിരുന്നു. കുഞ്ഞു ഡ്രാഗണിന് പറക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവൻ വളരെ ദുർബലനായിരുന്നു. മിട്ടുവും ചിന്നുവും അവനെ ഡ്രാക്കി എന്ന് വിളിച്ചു. ഡ്രാക്കിയെ എങ്ങനെ സഹായിക്കാമെന്ന് അവരാലോചിച്ചു. അവർ അവന് ഭക്ഷണം നൽകി പറക്കാൻ പഠിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഡ്രാക്കിക്ക് ഭയങ്കരമായ തുമ്മനുണ്ടായിരുന്നു. തുമ്മുമ്പോൾ അവന്റെ വായിൽ നിന്ന് തീ വരും. ഒരു ദിവസം പൂന്തോട്ടത്തിലെ എല്ലാ പൂക്കളും വാടാൻ തുടങ്ങി. പൂക്കൾക്ക് വെള്ളം കിട്ടാതെ വന്നതാണ് കാരണം. ഗ്രാമത്തിലെ ജലസ്രോതസ്സായ അരുവിയിൽ നിന്ന് വെള്ളം വരുന്ന വഴി ഒരു വലിയ പാറക്കല്ല് വീണ് അടഞ്ഞിരിക്കുകയായിരുന്നു. ഗ്രാമവാസികൾക്കത് മാറ്റാൻ കഴിഞ്ഞില്ല. മിട്ടുവും ചിന്നുവും ഡ്രാക്കിയും ചേർന്ന് അരുവിയിലേക്ക് പുറപ്പെട്ടു. അവർ പാറക്കല്ല് കണ്ടു. അത് മാറ്റാൻ ഒരു വഴിയും അവർക്ക് തോന്നിയില്ല. അപ്പോൾ ഡ്രാക്കിക്കൊരു വലിയ തുമ്മൽ വന്നു. അവന്റെ വായിൽ നിന്ന് തീ പുറത്തേക്ക് വന്നു. ആ തീ പാറക്കല്ലിൽ തട്ടി പാറക്കല്ല് പൊട്ടിത്തകർന്നു. വെള്ളം വീണ്ടും ഒഴുകാൻ തുടങ്ങി. പൂന്തോട്ടത്തിലെ പൂക്കളെല്ലാം വീണ്ടും ഉണർന്നു. ഗ്രാമവാസികൾക്ക് വളരെ സന്തോഷമായി. ഡ്രാക്കിക്ക് തന്റെ തുമ്മൽ ഒരു ശക്തിയാണെന്ന് മനസ്സിലായി. മിട്ടുവും ചിന്നുവും ഡ്രാക്കിയും ആ പൂന്തോട്ടത്തിലെ സൂപ്പർ ഹീറോകളായി മാറി. അവർ ഒരുമിച്ച് ആ പൂന്തോട്ടത്തെ എന്നും സംരക്ഷിച്ചു.